ബാധിക്കുന്നതാണ്. വി വി പ്രകാശിനെ കാലുവാരിയാണ് ആര്യാടൻ ഷൗക്കത്ത് തോൽപ്പിച്ചത് എന്നൊരു തോന്നൽ പണ്ടേ ഉണ്ട്, അന്നേ ഉണ്ട്. വി വി പ്രകാശിനെ കാലുവാരിയാണ് തോൽപ്പിച്ചതെന്ന് അതിൽ കാര്യക്ഷമമായി ഇടതുമുന്നണി ആ ഒരു വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതായത് സ്റ്റേജിലേക്ക് ഇങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് കടന്നു വരുമ്പോൾ വി വി പ്രകാശ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് കൈതട്ടി മാറ്റി. മാത്രമല്ല ഇരിക്കാൻ പറഞ്ഞ സീറ്റ് ഇരുന്നില്ല, അപ്പുറത്തൊരു സീറ്റിൽ പോയി ഇരിക്കുന്നു. അങ്ങനെ അത് ചർച്ചയാകുമെന്ന് ചോദിച്ചാൽ അത് ചർച്ചയാകും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് നല്ല ഗ്രൂപ്പിസം ഉള്ള പാർട്ടി തന്നെയാണ്. നമ്മളത് ഇപ്പോൾ ഇവർ എന്തൊക്കെ കെട്ടുറപ്പ് പറഞ്ഞാലും ആ ഒരു വസ്തുത നിന്നുകൊണ്ട് തന്നെ അപ്പോൾ അവരുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ആ ജയിക്കാനുള്ളൊരു സാധ്യത തട്ടിക്കളഞ്ഞുകൊണ്ട് തോൽപ്പിച്ചതാണ് എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല ഇപ്പോഴും ആ വീട്ടിൽ സന്ദർശിച്ചിട്ടില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്, ആ വീട്ടിൽ ഞങ്ങൾ എന്തിനാണ് പോകുന്നത്, ഞങ്ങളുടെ സ്വന്തം വീടാണെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. സ്വരാജ് പോയി എന്ന് മാത്രമല്ല, അങ്ങനെ ഈ UDF LDF പ്രചരിപ്പിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് വളരെ ഊഷ്മളമായിട്ടുള്ളൊരു സീനാണ്. അതായത് വളരെ സൗഹൃദത്തോടു കൂടിയിട്ടാണ് ആ കുട്ടി വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയാണ് പ്രകാശിൻ്റെ മകള് സ്വരാജിനെ നോക്കുന്നത്. ഭാര്യയാണെങ്കിലും വളരെ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്ത്, കുടുംബ സുഹൃത്ത് എന്ന നിലക്കുള്ള ഒരു ഊഷ്മളത ആ ഫോട്ടോയ്ക്കകത്തുണ്ട്. അത് നിശ്ചയമായിട്ടുമുണ്ട്. ഈ സ്വരാജിന്റെ ഒരു പ്രത്യേക കഴിവാണല്ലോ. സ്വരാജിന് എവിടെ വന്നിട്ട് എന്ത് പറയണമെന്ന്, അവിടെ വന്നിട്ട് സ്വരാജ് എന്താ പറഞ്ഞത്, ഞങ്ങൾ പണ്ട് പരിചയപ്പെട്ട കാര്യം പറയായിരുന്നു, ഇന്ന് ബസ്സിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതൊക്കെ ഭയങ്കര അത് ആ സ്വരാജിന്റെ ഒരു വ്യക്തിപരമായ കഴിവാണ്. അപ്പൊ അതൊക്കെ ആളുകളെ സ്വാധീനിക്കാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളും വലുതായിട്ട് ചർച്ച അതാണ്. അതായത് ഇത്രയും ചർച്ചകൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ വിഷയമായിരിക്കും ഏതെങ്കിലുമൊക്കെ ആളുകളെ ഹുക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വോട്ടുകൾ മാറുക. അതായത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മണ്ഡലമാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ കുറച്ച് വോട്ടുകളാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യത. ആദ്യം മുതൽ നമുക്ക് ഈ സ്വരാജിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയത്തിന് കാരണം ഇവിടെ ഇപ്പോൾ അൻവർ മത്സരിക്കുന്നില്ല, ജോയിയാണ് മത്സരിക്കുന്നത്. ഇപ്പുറത്ത് സ്വരാജ് ആണെങ്കിൽ കൂടി ഒരു സംശയവും വേണ്ട, ജോയി ജയിക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാമായിരുന്നു. രണ്ടാം ഭാഗത്തില് ബിനിലും അജിത്തും കൂടെ അതിനകത്ത് എനിക്ക് UDF ഒന്നും ബാധിക്കില്ല എന്നുള്ള പോയിന്റ് പറയാനുണ്ട്. അല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരാജ് വന്നു, സ്വരാജിന് ഒരു 15,000 വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട്. 15,000 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ സ്വാധീനിക്കുക എന്ന് പറയുന്നത് അത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്, അസാധ്യമാണ്. മാത്രമല്ല ഇത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇപ്പോൾ മുന്നിൽ കാണേണ്ടത് 2026 കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, സ്വരാജ് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടാൽ പോലും അത് ഇടതുമുന്നണി ഒരു വിജയമായി തന്നെ കണക്കാക്കും. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു വയ്ക്കാൻ ആ റിസൾട്ട് അവർക്ക് ഉപകരിക്കും.